നമസ്കാരം. നമ്മൾ നിരന്തര സാധന കൊണ്ട് നിരന്തരമായിട്ടുള്ള സാധന കൊണ്ട് ഈശ്വരാനുഭൂതി, അതായത് ഈശ്വര പ്രേമാമൃതം നമ്മുടെ ചിത്തത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് അകത്തും പുറത്തും ഒരേപോലെ പ്രവഹിക്കുമ്പോൾ ഈ ജഗത്തിൽ ജീവിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിലും ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നില്ല അല്ലേ? അപ്പം നമ്മൾ ഈ ഭഗവാന്റെ മഹിമയെ ലീലകളെ അനുഭവസ്ഥർ അന്യോന്യം ചർച്ച ചെയ്ത് എപ്പോഴും സദാ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഭഗവാൻ പറയാണ്, ഈ നമ്മുടെ അന്ധക്കരണം കാമ ക്രോധ ലോഭാദി വികാരങ്ങൾക്ക് വശപ്പെടുമ്പോൾ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്ന ഭാവന നമ്മൾ കൊണ്ടുവരണം. അപ്പം നമ്മൾ ആ ഭാവന കൊണ്ടുവരണം. അതാണ് ചിത്ത സമർപ്പണം. ഈ വിഷയസങ്കല്പങ്ങളുണ്ടല്ലോ, വിഷയസങ്കല്പങ്ങളിൽ പോകുമല്ലോ, ഈ സങ്കല്പങ്ങളിലേക്ക് പോകുമല്ലോ. അങ്ങനെ ഏർപ്പെടുന്ന മനസ്സിനെ സർവത്ര ഈശ്വരഭാവത്തിലേക്ക് പ്രേരിപ്പിക്കലാണ് മനസമർപ്പണം. അതാണ് മനസമർപ്പണം. ഈ ഭൗതിക സുഖങ്ങൾ നമ്മളെ ഈ പ്രലോഭിപ്പിക്കുമ്പോൾ അവനവൻ്റെ തൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് എന്ന് ഉറപ്പിക്കണം. ആ ഉറപ്പിക്കലാണ് ബുദ്ധി സമർപ്പണം. അതേമാതിരി കാണുന്നതും കേൾക്കുന്നതും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതും അല്ലേ, എല്ലാം ഭഗവത് സ്വരൂപമാണെന്ന ഭാവന, അതാണ് ജ്ഞാനേന്ദ്രിയ സമർപ്പണം. അതേമാതിരി കർമ്മേന്ദ്രിയങ്ങൾ എന്തു ചെയ്യുന്നുവോ അത് മുഴുവൻ ഭഗവത് ആരാധനയാണ് ചെയ്യുന്നത് എന്ന് അറിയുന്നത്. അത്
കർമ്മേന്ദ്രിയ സമർപ്പണം. പിന്നെ ഈ ശ്വസിക്കുക, അതേമാതിരി ഉച്ഛ്വസിക്കുക. അടുത്ത് ഇങ്ങനെ വിടുന്നുണ്ടല്ലോ, അപ്പം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും. ഈ ചെയ്യുന്ന പ്രാണനുണ്ടല്ലോ, പ്രാണൻ, ആ പ്രാണന്റെ പ്രവർത്തനം അല്ലേ, അത് ഭഗവാന്റെ ശക്തി ചലനമാണ്. അങ്ങനെ അറിയുന്നത് പ്രാണസമർപ്പണം. അതാണ് പ്രാണസമർപ്പണം. അപ്പം ഈ മച്ചിത്തന്മാര്, പിന്നെ മദ്ഗത പറയുന്നുണ്ടല്ലോ അതിൽ, അതേമാതിരി ഈ മദ്ഗത പ്രാണന്മാരും കണ്ടുമുട്ടിയാൽ, അവർ കണ്ടുമുട്ടി കഴിയുമ്പോൾ, അവർ തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ അവർ അന്യോന്യം എത്തി നിൽക്കുന്ന ആ അനുഭൂതി ദശയുണ്ടല്ലോ, സ്വയം തെളിഞ്ഞു കിട്ടിയിട്ടുള്ള ആ തത്വരഹസ്യങ്ങൾ, ആ തത്വരഹസ്യം കൈമാറും. അങ്ങനെ കൈമാറുന്നതാണ് പരസ്പര ബോധനം. അതാണ് പരസ്പര ബോധനം. പിന്നെ ബാക്കിയുള്ളവരെ എല്ലാം, മറ്റുള്ളവരെ ഈ അവസ്ഥയിലേക്ക്, ഈ നിലയിലേക്ക് ഉയർത്താൻ വേണ്ടി ഭഗവാന്റെ സർവജ്ഞത്വം, സർവവ്യാപിത്വം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത് കഥനം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ, എല്ലാവരും അറിയണ്ടേ, എല്ലാവരും അനുഭവിക്കണ്ടേ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പം പരമാത്മാവ് തെളിഞ്ഞ് പ്രകാശിക്കും. അങ്ങനെ തെളിഞ്ഞ് ആ അനുഭൂതി ദശയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പ്രകാശിക്കുന്നതാണ് നിരന്തര ആനന്ദം. അങ്ങനെ നിരന്തര ആനന്ദം ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും സാധനയെല്ലാം ചെയ്ത് നമ്മുടെ വേദോപനിഷത്തുകളെല്ലാം പഠിച്ച് അങ്ങനെ നിരന്തര ആനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.